തൃശൂർ പടിയൂർ ഇരട്ടക്കൊലപാതക കേസ് പ്രതി പ്രേംകുമാറിനായി പോലീസ് അന്വേഷണം ഇപ്പോഴും തുടരുന്നു. പ്രതി പ്രേംകുമാറിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടുണ്ട്. ഭാര്യ രേഖ, ഭാര്യ മാതാവ് മണി എന്നിവരെയാണ് പ്രേംകുമാർ കൊലപ്പെടുത്തിയത്. മുൻ ഭാര്യയെ കൊന്ന കേസിലും പ്രതിയാണ് ഈ പ്രേംകുമാർ. ഇന്നലെയാണ് ഈ വീട്ടിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന മണി എന്ന് പറയുന്ന 74 വയസ്സുള്ള സ്ത്രീയും അതിനോടൊപ്പം തന്നെ അവരുടെ മകൾ രേഖയുമാണ് മരിച്ച നിലയിൽ കണ്ടത്. ഈ രേഖയുടെ രണ്ടാമത്തെ ഭർത്താവ് ഈ പ്രേംകുമാർ എന്ന് പറയുന്ന കോട്ടയം സ്വദേശി, അയാളാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഇപ്പോൾ ഉള്ളത്. ഈ മൃതദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോയും അതിനോടൊപ്പം തന്നെ ഒരു കുറിപ്പും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് ഈ പ്രേംകുമാർ എഴുതിയതാണ് എന്നുള്ളതാണ് കരുതുന്നത്. ഈ രേഖ കൊല്ലപ്പെടേണ്ടവൾ, മരിക്കേണ്ടവൾ തന്നെയാണ്, വിവാഹ തട്ടിപ്പുകാരിയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ആ ഒരു കുറിപ്പ് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പ്രേംകുമാറിനെ സംബന്ധിച്ചിടത്തോളമുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇയാൾ മുൻ ഭാര്യയെ 2019 കൊന്ന് കുഴിച്ചുമൂടിയ കേസിലെ പ്രതിയാണ്. അതിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. ആ കേസിൻ്റെ വിചാരണ നടപടികൾ ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. ഈ കൊല്ലപ്പെട്ട രേഖയുടെ സഹോദരി ഇവിടെ എത്തി. ഇവർ മരിച്ച വിവരം മനസ്സിലാകുന്നത് കാരണം വീടിനകത്തേക്ക്, ഇവരെ പുറത്തേക്ക് കാണാതായപ്പോൾ വീടിനകത്തേക്ക് കയറി നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ 2 മൃതദേഹങ്ങൾ കണ്ടത്. ഇവരെല്ലാം തന്നെ ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതാണ്. 2 പേരെ ബോഡിയും വടക്കോട്ട് തല വെച്ച രീതിയിലാണ് കിടന്നിരുന്നത്. കിഴക്കേ സൈഡിലും മോളും പടിഞ്ഞാറ് സൈഡില് അമ്മയാണ് കിടന്നിരുന്നത്. ബെഡ്റൂമിലല്ലോ അല്ലേ ഉറങ്ങുന്ന, അങ്ങനത്തെ ഒന്നും അല്ലല്ല, ഹാളിലാണ് കിടന്നിരുന്നത്. പെൺകുട്ടിയുടെ നെഞ്ചത്ത് ഒരു കല്യാണ ഫോട്ടോ പ്രിന്റ് ചെയ്ത മാതിരി, ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച മാതിരി ഉണ്ടായിരുന്നു. ലെറ്റർ ഞാൻ കണ്ടിരുന്നത്, കാരണം ഇരുട്ടാണ് അവിടെ. പിന്നെ വൈകിട്ട് വന്ന് ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷമാണ് പോലീസുകാർക്ക് ലെറ്ററൊക്കെ കിട്ടുന്നത്. ഈ കൊലപാതകം എന്ന് പറയാൻ തന്നെ കാരണം സഹോദരി ഇവിടെ വന്ന് പറയണ 2 പേരെയും കൊന്ന് അവൻ പോയിട്ടുണ്ട്. അങ്ങനെയാണ് നാട്ടുകാരും എല്ലാവർക്കും ഇങ്ങനെ ഒരു സംശയം തോന്നുന്നത്. ഈ പ്രേംകുമാറിനെ സംബന്ധിച്ച് ഇയാൾക്കെതിരെ ഒരു പരാതി രേഖ വനിതാ സെല്ലിൽ നൽകിയിട്ടുണ്ട്. അതായത് ഇയാളുടെ ഭാഗത്തു നിന്നും ഈ രേഖയ്ക്ക് ചില പീഡനങ്ങൾ നേരിടുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ പരാതിയിൽ പറഞ്ഞിരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പോലീസ് കൂട്ടരെയും വിളിപ്പിച്ച് സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ ശേഷമാണ് ചൊവ്വാഴ്ചയാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് കണക്കാക്കുന്നത്. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇതിൻ്റെ എങ്ങനെയാണ് മരണകാരണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു വ്യക്തത പോലീസിന് വരികയുള്ളൂ. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്. നാട്ടിനൊടുക്കിയ അരുംകൊലകളാണ് തൃശൂർ പടിയൂരിലുണ്ടായത്. ഈ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി പ്രേംകുമാറിന് വേണ്ടി കോട്ടയത്തും അന്വേഷണം നടക്കുകയാണ്. തൃശൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം ചിങ്ങവനം പോലീസിൽ നിന്ന് വിവരങ്ങൾ തേടി. ആദ്യ ഭാര്യയുടെ കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ വീട്ടുകാരുമായി ബന്ധം പുലർത്തിയിരുന്നില്ല എന്നതാണ് വിവരം. നിതിൻ തോമസ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. നിതിൻ, ഇയാൾ കോട്ടയം സ്വദേശിയാണ്. 5 മാസം മുൻപാണ് പുതിയ വിവാഹം കഴിച്ചത്. അതേസമയം ആദ്യ ഭാര്യ കൊലപ്പെടുത്ത കേസിലെ പ്രതിയാണ്. ഇക്കാര്യങ്ങളൊക്കെ ഈ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. ഇയാളുടെ വീടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കുമ്പോൾ ഇയാളെക്കുറിച്ചുള്ള, ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള, ഇയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ്? രതീഷ്, ചിങ്ങവനം പോലീസിൽ നിന്നുമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം എത്തി വിവരങ്ങൾ തേടിയിരിക്കുന്നത്. അത് കൂടാണ്ട് ഈ പ്രതിയായ പ്രേംകുമാറിന്റെ സ്വദേശം മലക്കുന്നത്തും ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിയുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ടമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇദ്ദേഹം ഈ ആദ്യ ഭാര്യയുടെ കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷവും അതിനു മുമ്പും ഈ വീട്ടുകാരുമായി ഇയാൾ ഇത്തരത്തിൽ യാതൊരുവിധമായിട്ടുള്ള ബന്ധവും പുലർത്തി വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തമായി ഈ പ്രേംകുമാർ എവിടെയാണ്, അല്ലെങ്കിൽ പ്രേംകുമാറിന്റെ സ്വഭാവം എത്തരത്തിലുള്ളതാണ് എന്നുള്ള ഒരു വ്യക്തത വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഇയാൾ ഈ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തുന്നു, അതിനുശേഷം ജയിലിലാവുന്നു, ഇവിടുന്ന് പോകുന്നു. ഈ പ്രദേശവുമായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കളുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ബന്ധം പുലർത്തി വന്നിരുന്നില്ല എന്നാണ് ഈ പ്രതി ആയതിനു ശേഷം പുലർത്തി വന്നിരുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ തൃശൂർ ഇരട്ട കൊലപാതകത്തിന് ശേഷം ഈ കോട്ടയത്തെത്തി ഇപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്നുള്ള അന്വേഷണ സംഘമാണ് ഈ ചിങ്ങവനം പോലീസിൽ നിന്നും അതുപോലെ തന്നെ ഈ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും എല്ലാം ഇപ്പോൾ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രതീഷ്, ശരി. നിതിൻ തോമസ് ആണ് വിശദമായി അവിടുത്തെ അന്വേഷണ പുരോഗതിയുമായി, അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം എങ്ങനെയാണ് എന്ന വിവരം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.